നമുക്ക് ബിസിനസ് സ്റ്റഡീസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റർ, അതായത് ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിൽ മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം, നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് മാനേജ്മെൻറ്റും, സെക്കൻഡ് ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും ആണ്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് തിങ്സ് ഗെറ്റിംഗ് ഡൺ ത്രൂ അതേഴ്സ്. അതായത് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു കലയെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ്. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു കലയെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് തിങ്സ് ഗെറ്റിംഗ് ഡൺ ത്രൂ അതേഴ്സ്. അതായത് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റിന് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ് മാനേജ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഫങ്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്റർ ഒരുമിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് തിങ്സ് ഗെറ്റിംഗ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൽ 5 ഫങ്ഷൻസ് ആണുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ, കാരണം ഈ 4ാമത്തെ ചാപ്റ്റർ തൊട്ട് ഈ 5 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഓരോ ചാപ്റ്ററും ഓരോ ഫങ്ഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. പ്ലാനിങ്. 2ാമത്തത് ഓർഗനൈസിങ്. 3ാമത്തത് സ്റ്റാഫിങ്. 4ാമത്തത് ഡയറക്റ്റിങ്. 5ാമത്തത് കൺട്രോളിങ്. ഒരിക്കൽ കൂടെ പറയാം. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. മാനേജ്മെൻറ്റിന് 5 ഫങ്ഷനാണുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. ഈ 5 ഫങ്ഷൻ, ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ് ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് 2ാമത് ഓർഗനൈസിങ്ങിലോട്ട് പോകും, 3ാമത് സ്റ്റാഫിങ്, 4ാമത് ഡയറക്റ്റിംഗ്, 5ാമത് കൺട്രോളിങ്. വീണ്ടും പ്ലാനിങ്ങിൽ വരും. അതുകൊണ്ട് ഇതിനൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷന് മറ്റൊരു പേരിൽ അറിയപ്പെടും കണ്ടിന്യൂസ് പ്രോസസ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാരണം ഇത് പ്ലാനിങ്ങിൽ തുടങ്ങിയിട്ട് കൺട്രോളിങ്ങിലോട്ട് എത്തും, വീണ്ടും കൺട്രോളിങ്ങിൽ നിന്ന് പ്ലാനിങ്ങിലോട്ട് പോയിട്ട് സൈക്കിളിൻ്റെ ഇത് പോകുമ്പോലെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിനെ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നോക്കി. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ്. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഈ മാനേജ്മെൻറ്റ് നമ്മൾ സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഒരു സ്ഥാപനം, അവിടെ ഒരു മാനേജർ കാണും. ആ മാനേജർ അവിടെ എന്താണോ ചെയ്യുന്നത് അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്കൂളാണെങ്കിൽ അവിടുത്തെ മാനേജർ അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. കാരണം അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തണമെങ്കിൽ അവിടെ എന്തോന്ന് വേണം? സ്റ്റാഫ് വേണം. ആ സ്റ്റാഫിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അയാളുടെ ലക്ഷ്യം എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുന്നു. അത് തന്നെയാണ് ഒരു മാനേജ്മെൻറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു മാനേജർ കാണും. അയാൾ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം, ലാഭം കൂട്ടുകയാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. ആ ലാഭം കൂട്ടാൻ വേണ്ടി അവിടെയുള്ള ജോലിക്കാരെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിച്ച് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആ മാനേജറുടെ ലക്ഷ്യം എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുന്നു. അത് തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് തിങ്സ് ഗെറ്റിംഗ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ്. അടുത്ത് നമ്മൾ പഠിച്ചു മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. മാനേജ്മെൻറ്റിന് 5 തരത്തിലുള്ള ഫംഗ്ഷനാണുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇത് എസ്ഐക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള പ്രിൻസിപ്പിളാണുള്ളത്. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്നും മറ്റൊന്ന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. എന്താണ് മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹെൻറി ഫയോൾ, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് പരീക്ഷയ്ക്ക് ഒൺവേഡിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെൻറി ഫയോളാണ്.
ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹെൻറി ഫയോളാണ്. ഇദ്ദേഹമാണ് 14 പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഹെൻറി ഫയോള് 14 പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 14 പ്രിൻസിപ്പിൾസിനെയും കൂടെ ചേർത്താണ് മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കാം. മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന് 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന് മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്നും മറ്റൊന്ന് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. അതിൽ മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്തെന്ന് വെച്ചാൽ അത് ഫോർമുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അത് നിർമ്മിച്ചിട്ടുള്ള ആള് ഹെൻറി ഫയോളാണ്. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്നും അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നുമാണ് ഇദ്ദേഹത്തെ അറിയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ ആദ്യം പഠിക്കാനുള്ളത് മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. അത് 14 എണ്ണം ഉണ്ട്. മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ 14 എണ്ണം ഉണ്ട്. അതിൽ അത് ഫോർമുലേറ്റ് ചെയ്ത ആളിനെ പറയുന്ന പേര് ഹെൻറി ഫയോൾ. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് കണക്കാക്കുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും ഹെൻറി ഫയോളാണ്. ഇദ്ദേഹം 14 പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 14 പ്രിൻസിപ്പിളിനെയും പറയുന്ന പേരാണ് മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും. മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിൽ നമ്മൾ നോക്കുന്നത് മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. അത് ഫോർമുലേറ്റ് ചെയ്ത ആളിന്റെ പേര് ഹെൻറി ഫയോൾ. ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ ഫാദർ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. ഇദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസിനെ മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അത് 14 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് 14 എണ്ണം ആദ്യം ഒന്ന് നോക്കാം. 14 പ്രിൻസിപ്പിൾസ് നോക്കാം. ആദ്യത്തെ പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക്. 14 എണ്ണം ഉണ്ട്. ഇത് മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അതിൽ 14 എണ്ണം ഉണ്ട്. ഇത് ഫോർമുലേറ്റ് ചെയ്ത ആളുടെ പേര് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ വാസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. അപ്പോൾ ഇദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത 14 പ്രിൻസിപ്പിൾ ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഒരിക്കൽ കൂടെ നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, റെമ്യൂണറേഷൻ. ഇപ്പോൾ 14 എണ്ണത്തിൽ ആദ്യത്തെ ഒരു 7 എണ്ണം നോക്കി. ഒരിക്കൽ കൂടെ പറയാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, റെമ്യൂണറേഷൻ. ഇപ്പോൾ 7 പ്രിൻസിപ്പിൾ. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക് ഇതിനെ ഡിവിഷൻ ഓഫ് ലേബർ എന്നും പറയും. ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് വർക്കുകളുണ്ട്, ഒരു കോംപ്ലക്സ് ഓഫ് വർക്കുകളുണ്ട്. ആ ഓരോ വലിയ വലിയ ജോലിയെയും ചെറിയ ചെറിയ ജോലികളാക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ജോലിയും ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കണം എന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. അതായത് ഒരു വലിയൊരു കോംപ്ലക്സ് ഓഫ് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ആൻഡ് ഈച്ച് ടാസ്ക് ഷുഡ് ബി അസൈൻഡ് ടു എ പർട്ടിക്കുലർ ലേബർ. അതായത് ഒരു വലിയൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികളെ ചെറിയ ചെറിയ ജോലികളാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ജോലിയും ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കുക. അങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് ഓരോ ജോലിക്കാരൻ ഒരേ ജോലി തന്നെ ചെയ്യുമ്പോൾ ആ ജോലിയിൽ അയാൾ എക്സ്പേർട്ടായിട്ട് മാറുകയും പെട്ടെന്ന് അയാൾക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ഒരു കോംപ്ലക്സ് ഓഫ് വർക്ക്, അതായത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികളെ ചെറിയ ചെറിയ ജോലികളാക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ ജോലിയും ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കുക. ഓരോ ജോലിയും ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ അയാൾ സ്ഥിരമായിട്ട് ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ അയാൾ എക്സ്പേർട്ടായിട്ട് മാറുകയും അയാൾക്ക് പെട്ടെന്ന് തന്നെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ മെരിറ്റ്, ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറഞ്ഞാൽ ഒന്ന് അവോയ്ഡ് ഓഫ് വേസ്റ്റേജ് ഓഫ് ടൈം. അതായത് സമയത്തിൻ്റെ വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. സമയത്തിൻ്റെ വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. പിന്നെ എക്സ്പേർട്ട്,
സ്ഥിരമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ അയാൾ ആ ജോലിയിൽ എക്സ്പേർട്ടായിട്ട് മാറാനും പറ്റും. അപ്പോൾ ചിലപ്പോൾ ഓൺവേഡിന് ചോദിക്കും ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ മെറിറ്റ് എന്താണ് എന്ന് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചു. ഇത് രണ്ടാണ്. ഒന്ന് അവോയ്ഡൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോലി കാണും. ആ ജോലിയെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ജോലികളാക്കുക. ഒരു വലിയ ജോലിയെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ജോലികളാക്കിയിട്ട് ഓരോ ജോലിയും ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കുക. ആ സ്ഥിരമായിട്ടൊരു ജോലി ഒരു ജോലിക്കാരൻ ചെയ്യുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും, അയാൾ ആ ജോലിയിൽ എക്സ്പെർട്ട് ആവാനും പറ്റും. അതിനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ കൊണ്ട് ഹെൻറി ഫയോൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വലിയൊരു ജോലി കാണും. ആ ജോലിയെ ചെറിയ ചെറിയ ജോലികളാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ജോലിയും ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കുക. ഇങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ അയാൾ ആ ജോലിയിൽ എക്സ്പെർട്ട് ആവുകയും പെട്ടെന്ന് തന്നെ ആ ജോലി അയാൾ ചെയ്തു തീർക്കാനും പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് അവോയ്ഡൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് ടൈം. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയറിന് തൻ്റെ സബോർഡിനേറ്റിനോട് കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അധികാരത്തെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഒരു സുപ്പീരിയറിന്, ഒരു മേലുദ്യോഗസ്ഥന് തൻ്റെ കീഴ്ജീവനക്കാരനോട് ഓരോരോ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ സുപ്പീരിയർ പറഞ്ഞ കാര്യം സബോർഡിനേറ്റ് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്ത് തീർക്കാനുള്ള ഉത്തരവാദിത്തം, അതാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കാം. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിലെ ഒരു മേലുദ്യോഗസ്ഥന് തൻ്റെ കീഴ്ജീവനക്കാരനോട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഈ ജോലി ചെയ്യണം എന്ന് കാര്യങ്ങൾ പറയാനുള്ള അധികാരം, അതാണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യസമയത്ത് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം, അതാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനം, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ 2 പ്രിൻസിപ്പിൾ നോക്കി, ഡിവിഷൻ ഓഫ് വർക്ക് നോക്കി, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കി. ഒരിക്കൽ കൂടെ പറയാം. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജോലിയെ ചെറിയ ചെറിയ ജോലികളാക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം ആ ചെറിയ ജോലി ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കുക. ആ ജോലിക്കാരൻ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അയാൾ ആ ജോലിയിൽ എക്സ്പെർട്ടായി മാറുകയും പെട്ടെന്ന് ചെയ്യാനും പറ്റും. രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥൻ തൻ്റെ കീഴ്ജീവനക്കാരനോട് കാര്യങ്ങൾ പറയാനുള്ള അധികാരത്തെ അതോറിറ്റി എന്ന് പറയും. കീഴ്ജീവനക്കാരൻ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. മൂന്നാമത്തതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അച്ചടക്കം. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിലെ ജോലിക്കാരൻ മേലുദ്യോഗസ്ഥനെ ബഹുമാനിക്കുക, സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങളും സ്ഥാപനത്തിൻ്റെ ഇഷ്ടങ്ങളും അനുസരിച്ച് പെരുമാറുക, അതുമാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസിപ്ലിൻ അതായത് ഒബീഡിയൻസ്, റെസ്പെക്റ്റ്, ഇതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ, അതായത് നല്ലൊരു അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന് നിലനിൽക്കാൻ പറ്റൂ എന്നാണ് ഹെൻറി ഫയോൾ മൂന്നാമത്തെ ഡിസിപ്ലിൻ എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 നോക്കി. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ. നാലാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സുപ്പീരിയർ ഒരു സബോർഡിനേറ്റിനോട് മാത്രം നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതായത് ഇപ്പം ഒരേ സമയം ഇപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്നൊരു സുപ്പീരിയർ ഉണ്ട്, വൈ എന്ന് പറയുന്നൊരു സുപ്പീരിയർ ഉണ്ട്, ഇസഡ് എന്ന് പറഞ്ഞൊരു സബോർഡിനേറ്റ് ഉണ്ട്. 2 പേര്, അതായത് 2 സുപ്പീരിയറും ഒരേ സമയം 2 ജോലികൾ ഇയാളോട് പറയാൻ ഇയാൾക്ക് ഏതെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? കാരണം എക്സ് എന്ന് പറഞ്ഞ സുപ്പീരിയർ പറഞ്ഞൊരു ജോലിയുണ്ട്, വൈ എന്ന് പറഞ്ഞൊരു സുപ്പീരിയർ പറഞ്ഞൊരു ജോലിയുണ്ട്. രണ്ടും ഒരേ സമയത്ത് പറയാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ ആലോചിക്കും, ഞാൻ ഇതിൽ ആര് ജോലി ആദ്യം ചെയ്യണം? ഈ എക്സിൻ്റെ ജോലി ചെയ്താൽ വൈ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? വൈയുടെ ജോലി ചെയ്താൽ എക്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്ത 4ാമത്തെ പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൻ്റെ നിന്ന് മാത്രം, ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവും,
പരസ്പരം വഴക്കുണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്ത പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഒരു സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഇതുവഴി അദ്ദേഹത്തിന് പെട്ടെന്ന് ജോലി ചെയ്തു തീർക്കാൻ പറ്റും. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം ഒരു സബോർഡിനേറ്റ്, ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം ഒരു സബോർഡിനേറ്റ് എന്ത് സ്വീകരിക്കുക? നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഈ പ്രിൻസിപ്പിളിനെ ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്ന പേരാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അടുത്ത അഞ്ചാമത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ജോലികൾക്ക് ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ പാടുള്ളൂ. ഒരേ തരത്തിലുള്ള ജോലികൾക്ക് ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ പാടുള്ളൂ എന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ പ്ലാനായ അവിടെ ആ ജോലി എന്ത് ചെയ്യില്ല, നിലനിൽക്കില്ല. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മൾ വീട് വയ്ക്കുകയാണ്. വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പ്ലാൻ വരയ്ക്കും. എന്നിട്ട് നമ്മളൊരു പ്ലാൻ സ്വീകരിക്കും. ഒരു എഞ്ചിനീയറിൻ്റെ കീഴിലായിരിക്കും ആ വീട് വയ്ക്കുന്നത്. ഒരു പ്ലാനും ഒരു എഞ്ചിനീയർ. അതാണ് ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതുപോലെ തന്നെയാണ് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ പാടുള്ളൂ. ഒരേ തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ ആ ജോലിക്ക് ഒരു ഹെഡും ഒരു പ്ലാൻ. ഇതനുസരിച്ച് സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് നമ്മൾ 5 പ്രിൻസിപ്പിൾ നോക്കി. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, യൂണിറ്റി ഓഫ് ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അടുത്ത് ആറാമത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇതൊരു സ്ഥാപനത്തിന്റെ ലെവലാണ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. എന്താണ് ടോപ്പ് ലെവൽ? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ലെവൽ അല്ലെങ്കിൽ ചെയർമാനും MD ഒക്കെ ഉള്ള ലെവലാണ് ടോപ്പ് ലെവൽ. രണ്ടാമത് മിഡിൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അങ്ങനെയുള്ള ആൾക്കാർ. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ വർക്ക്മാൻ, സൂപ്പർവൈസർ, അവരൊക്കെ ഫോർമാൻ, അവരൊക്കെയാണ് ഈ ലോവർ ലെവലിൽ വരുന്നത്. അപ്പോൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ് ആറാമത്തെ പ്രിൻസിപ്പിൾ. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം ഒരു ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അധികാരം ഒരു ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൻട്രലൈസേഷൻ. അപ്പോൾ ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യുക? അധികാരത്തെ താഴെത്തട്ടിൽ കൂടെ കൊണ്ടുവരിക. അതായത് ടോപ്പ് ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റിയെ ലോവർ ലെവലിലോട്ടും കൊണ്ടുവരിക. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൻട്രലൈസേഷൻ. അവിടെ ഹെൻറി ഫയോൾ പറഞ്ഞു, അധികാരം ടോപ്പ് ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ, അധികാരത്തെ താഴെ തട്ടിൽ കൊണ്ടുവരിക. ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ദ ലോവർ ലെവൽ. ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ദ ലോവർ ലെവൽ. അതായത് അധികാരത്തെ താഴെ തട്ടിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആറാമത്തെ പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അധികാരത്തെ ടോപ്പ് ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അടുത്ത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ അധികാരത്തെ താഴെ തട്ടിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. അടുത്ത് ഏഴാമത്തെ പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരാൾ ജോലി നിൽക്കുമ്പോൾ അയാൾക്ക് തിരിച്ചു കിട്ടുന്ന പ്രതിഫലത്തെ, സാലറി ഓർ വേജസിനെ പറയുന്ന പേരാണ് റെമ്യൂണറേഷൻ. അതായത് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ കറക്റ്റായിട്ടും സത്യസന്ധമായിട്ടുള്ള ശമ്പളം കൊടുക്കുക. അതായത് ഒരു ജോലിക്കാരൻ ജോലി ചെയ്യുമ്പോൾ റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ അയാൾക്ക് കൊടുക്കുക. അതാണ് ഏഴാമത്തെ പ്രിൻസിപ്പിളായ റെമ്യൂണറേഷൻ കൊണ്ട് ഹെൻറി ഫയോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുക. അപ്പം നമ്മൾ 7 പ്രിൻസിപ്പിളാണ് നമ്മൾ ഫസ്റ്റിൽ നോക്കിയത്. ഇപ്പം നമ്മൾ നോക്കിയ പ്രിൻസിപ്പിൾസിനെ പറയുന്ന പേര് മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. ഇത് ഹെൻറി ഫയോൾ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ ഫാദർ ഓഫ് മാനേജ്മെൻ്റ് ആണ് ഹെൻറി ഫയോൾ. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക്, അതായത് ഒരു വലിയ ജോലി ചെറിയ ചെറിയ ജോലിയാക്കി
ചെറിയ ചെറിയ ജോലികളാക്കി ഡിവൈഡ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു, ഓരോ ജോലിക്കാരനായിട്ട് വീതിച്ചു കൊടുക്കുകയും ഇതിൻ്റെ ഈ പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണെന്ന് ചോദിച്ചാൽ എന്തോന്നാണ്, ആ ജോലിയിൽ എക്സ്പെർട്ട് ആവുകയും പിന്നെ അവോയ്ഡൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് ടൈം, അതായത് സമയത്തിൻ്റെ വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും പറ്റും. രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ എന്തോന്നാണ് സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റിനോട് കാര്യങ്ങൾ പറയാനുള്ള അധികാരത്തെ അതോറിറ്റി എന്നും, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ പറഞ്ഞ കാര്യം അടുക്കും ചിട്ടയോടും കൂടി ചെയ്തു തീർക്കാനുള്ളതിനെ റെസ്പോൺസിബിലിറ്റി എന്നും പറയും. മൂന്നാമത്തത് ഡിസിപ്ലിൻ. ഒരു സ്ഥാപനത്തിലെ ജോലിക്കാർ സബോർഡിനേറ്റിനെ ബഹുമാനിക്കുക, സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ, സ്ഥാപനത്തിൻ്റെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ച് പോവുക. അടുത്ത് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരേ സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഇതിനെ പറയുന്ന പേരാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അടുത്ത അഞ്ചാമത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ജോലികൾക്ക് ഒരു ഹെഡും ഒരു പ്ലാനും മാത്രം മതി എന്നാണ് ഹെൻറി ഫയോള പറയുന്നത്. ആറാമത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാരത്തെ ഒരു ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തെ താഴെ തട്ടിൽ കൊണ്ടുവരിക. ഇതിനെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. ഏഴാമത്തത് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ഫെയറും റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കൊടുക്കുക. അതിനെ പറയുന്ന പേരാണ് റെമ്യൂണറേഷൻ.